ഇപ്പോൾ കെ വി തോമസ് 24 സംസാരിക്കുന്നുണ്ട്. തത്സമയം അതിലേക്ക്. അതിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിനുള്ളൊരു മറുപടി? ഒരു കാര്യം നേരത്തെ എന്നെ പത്മജ വിളിച്ചു. പത്മജയെയോ മുരളിയോ വേദനിപ്പിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. അവരെൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. എൻ്റെ പ്രിയ സഖി എന്ന എൻ്റെ ഭാര്യയുടെ പുസ്തകം റിലീസ് ചെയ്തത് മുരളിയാണ്. ഈ പുസ്തക പ്രകാശനത്തിന് പത്മജയെ വിളിച്ചിരുന്നു. അപ്പോൾ ലക്ഷ്യം എൻ്റെ കാഴ്ചപ്പാടും അവർക്ക് അനുകൂലമല്ല, അവരോടൊപ്പമാണ്. പിന്നെ ഈ പ്രസിദ്ധീകരണം, ഇത് ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലമായി കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാഗസീനിലും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കലാകൗമുദി ഉൾപ്പെടെയുള്ള മാഗസീൻ വന്നത്, ഇതെല്ലാം വന്നിട്ടുണ്ട്. വേറൊന്നും ഞാൻ ഡയറി എഴുതുന്നതാണ്. ഇപ്പം ഞാൻ 4-ാം തീയതി മുതൽ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് 5 വർഷം കഴിയുമ്പോൾ അത് ആരെങ്കിലും അപമാനിക്കാനെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇന്നലെ ഞാൻ കുമ്പളങ്ങി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ജനിച്ച വീടാണ്, നാടാണ്, തിരിച്ചു പോകേണ്ട ആ മണ്ണിലേക്കാണ്. അപ്പോൾ ആ മണ്ണ്, എനിക്ക് 80 വയസ്സായി, ആ 80 വയസ്സിലേക്ക് തിരിച്ചു പോകുന്നു അറിയുന്ന ഒരാൾ ഇതിനെ ആളുകളെ വേദനിപ്പിക്കുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ പറ്റൂ. ആ പറഞ്ഞത് എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആരും പിന്നെ പുസ്തകം മുഴുവൻ ആരും വായിച്ചിട്ടില്ല. അതിൻ്റെ സ്പിരിറ്റ് ഉണ്ട് ആ ബുക്കിൻ്റെ സ്പിരിറ്റ് കണ്ടാൽ ഒരിക്കലും ലീഡറെ തള്ളി പറഞ്ഞിട്ടില്ല, പത്മജയെ തള്ളി പറഞ്ഞിട്ടില്ല, മുരളിയെ ആരെയും തള്ളി പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വസ്തുതയാണ്. അല്ല, അത് സ്വാഭാവികമായിട്ടും ഞാൻ എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റാവാൻ ശരിയാവും, അത് വേറെ കാര്യം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് യാഥാർത്ഥ്യമാണ്. അത് മാത്രമല്ല, ഞാൻ പ്രസിദ്ധീകരിച്ചതാണ്. അത് ക്രോഡീകരിച്ചു എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട മാഗസിനെല്ലാം പ്രസിദ്ധീകരിച്ചതാണ്, പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചതാണ്. പത്മജ പറയുന്നത് കെ കരുണാകരനെ ചതിച്ചു, പിന്നീട് ആന്റണി പക്ഷത്തേക്ക് പോയി എന്നുള്ളതൊക്കെയാണ്. ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല, അത് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇത് പുസ്തകം വായിക്കണം എന്നെനിക്ക് പറയാനുള്ളത്. 2 സെന്റൻസ് വാങ്ങിച്ചല്ല. അത് ഉദാഹരണമായിട്ട് പിന്നെ സോണിയാദി ബിലവറ്റത് മാസം ഇംഗ്ലീഷിൽ ഞാൻ എഴുതി. ആൻഡ് ദ മാൻ ഹു സ്റ്റാബ്ഡ് ഫ്രം ബിഹൈൻഡ്, അത് പവാറിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലിരിക്കുമ്പോൾ ക്യാബിനറ്റ് ഞാൻ ഇന്ന് എഴുതിയത്. പക്ഷേ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ സോണിയാഗാന്ധിയെ അന്ന് പവാർ ഒറ്റപ്പെടുത്തി പുറത്താക്കാൻ ശ്രമിച്ചു എന്നൊരു സംഗമയം ഉൾപ്പെടെ. സംഗമയാണ് പറിച്ച് പൊക്കുന്നത് സോണിയ. അപ്പം അതൊക്കെ ചില ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ. നരസിംഹറാവുവിൻ്റെ കാര്യത്തിൽ നരസിംഹറാവുവിനെ എനിക്കറിയാം. അദ്ദേഹം എല്ലാം കെട്ടിപ്പറിക്ക് തിരിച്ചു പോകാൻ പോകുമ്പോഴാണ് ലീഡറും അർജുൻ സിംഗും അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിച്ചത്. ഞങ്ങളെയൊക്കെ വിളിച്ച് സംസാരിച്ചു, പ്രധാനമന്ത്രിയായി. അപ്പോൾ അന്ന് ചില സംസാരങ്ങൾ, അത് സീരിയസ് ആയിട്ടല്ല, ഞാനതൊരു അതിൻ്റെ ഒരു ഇതിലെടുത്തിട്ടുള്ളൂ, ലൈറ്ററായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ PV നിന്ന് വിളിക്കണ്ട, CPM എന്ന് തന്നെ വിളിക്കണം. അതിൻ്റെ ചില പ്രത്യാഘാതങ്ങൾ പിന്നീട് ഞാൻ കാണുകയുണ്ടായി. അപ്പം അതൊക്കെ എഴുതിയതെല്ലാം ഒരു ലൈറ്റർ വെയിനിലാണ്. നമ്മളത് കാണേണ്ട ഒരു കാര്യം. സോണിയാഗാന്ധിയോട് സംസാരിക്കാൻ കരുണാകരന് മറ്റൊരാളുടെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെയാണ്. ഞാൻ അന്നൊന്നും അത് പുസ്തകം വായിച്ചിട്ടൊരു മറുപടി അല്ലാതെ ഏതെങ്കിലും ഒരു സെന്റൻസ് അത് ചില ചാനലുകൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കമന്റ് ചെയ്യാൻ എനിക്ക് മറുപടിയില്ല. ഒരിക്കലും ആരെയും വേദനിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. പത്മജയെയോ മുരളിയോ വേദനിപ്പിക്കാൻ ഒരു താല്പര്യമുള്ള എല്ലാവരും പുസ്തകം വായിക്കണം. വായിച്ചാൽ മാത്രമേ ഇത് മാത്രം ഇത് വിൽക്കുന്ന വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള ലക്ഷ്യമാണ് എന്നടക്കം പറയുന്നുണ്ട്. പറഞ്ഞ തെറ്റിദ്ധര ഇത് വിൽക്കും. ഞാൻ ഒരു പുസ്തകം വിൽക്കാറില്ല, എന്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കും. എന്റെ പ്രിയ സഖി ആർക്കെങ്കിലും വിറ്റു, ഞാൻ വിറ്റിട്ടില്ല. പല സുഹൃത്തുക്കളും വരും, അവർക്ക് അങ്ങ് കൊടുക്കും. ഞാൻ DC ബുക്സിൽ കുമ്പളങ്ങി പ്രസിദ്ധീകരിച്ച കാലഘട്ടമുണ്ട്. ഇത് എന്റെ ചില സുഹൃത്തുക്കളാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതിനുള്ള ആ കോസ്റ്റ് കൊടുക്കും. ഇപ്പോൾ താങ്കളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, അത് വെളിപ്പെടുത്തും എന്നുള്ളതൊക്കെ പറയുന്നു. അങ്ങനെ ആർക്കും എന്തും എഴുതാമല്ലോ, എഴുതുന്നതിനിപ്പോൾ എന്താ കുഴപ്പം? അതിന് എല്ലാവർക്കും പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. ഇപ്പം ഞാനീ പറഞ്ഞ ഇത് പുതിയ സംഭവമല്ലല്ലോ. ഇത് കേരളത്തിലെ പല പ്രസിദ്ധീകരണങ്ങളും വന്ന കാര്യങ്ങളല്ലേ, പുതിയതായിട്ട് ഇന്ന് വരുന്നതല്ലല്ലോ. അന്നിത് വന്നപ്പോൾ ആർക്കും പ്രതികരണം ഇല്ലല്ലോ. അതിനുശേഷമല്ലേ ഞാൻ കെ വി തോമസിന്റെ പുസ്തകമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. നേരത്തെ പത്മജ വേണുഗോപാൽ അതിനെ തള്ളി രംഗത്ത് വന്നിരുന്നു. അതിനുള്ള മറുപടിയാണ് 24 കെ വി തോമസ് നൽകിയത്. അദ്ദേഹം പറയുന്നത് ആരെയും വേദനിപ്പിക്കാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല, പത്മജയെയോ ഒപ്പം മുരളീധരനെയോ വേദനിപ്പിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. കെ കരുണാകരൻ ഈ പുസ്തകത്തിൽ തള്ളിപ്പറഞ്ഞിട്ടില്ല. ആ പുസ്തകം പൂർണ്ണമായി വായിക്കണമെന്നാണ് പറയുന്നത്. ഒരു വരി അല്ലെങ്കിൽ 2 വരികൾ മാത്രം കേട്ടിട്ടായിരിക്കരുത് പ്രതികരണം നടത്തേണ്ടത്. തൻ്റെ ബോധ്യത്തിലുള്ള കാര്യങ്ങളാണ് താൻ എഴുതിയത്. അത് ശരിയോ തെറ്റോ ആകാം, പക്ഷേ ഒരു വരി മാത്രം വായിച്ചിട്ടാകരുത് പ്രതികരണം എന്നതാണ് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് കെ വി തോമസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.